എനിക്ക് വോമിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ട്രോമ അതായിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ മിഡ് വൈഫിന്റെ നമ്പർ വാങ്ങിച്ചു വെക്കും. എനിക്ക് അതിനെ പറ്റി അറിയത്തില്ലായിരുന്നു. സോ ഫസ്റ്റ് സ്കാനിങ്ങിനാണ് അവരത് തരുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ അഫ്കോഴ്സ് പുറത്താണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. എസ്പെഷ്യലി UK പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ പാർട്ട്ണറൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എല്ലാം ഹാൻഡിൽ ചെയ്യാം, എപ്പോഴൊക്കെയാണ് മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് വരുന്നത്, സ്കാനിങ് വരുന്നത്, എന്തൊക്കെയാണ് അപ്പോൾ നടക്കുന്നത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ്, അതൊക്കെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളെ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ വലിയൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ ഇമോഷണലി വീക്കായിട്ടുള്ള ടൈമാണ്. സോ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്യേണ്ട ടൈമാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, ഡിപ്രഷൻ, സ്ട്രെസ്, ആൻസൈറ്റി ഇതെല്ലാം ഉണ്ടാകുന്ന ടൈമാണ്. സോ ഒരു പ്രോപ്പർ കെയർ നമുക്ക് ഉറപ്പായിട്ടും കിട്ടണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾ അടുത്തുണ്ടാവില്ല. സോ നമ്മൾ ഭയങ്കരമായിട്ട് ആ ടൈമിലായിരിക്കും അവരെ മിസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഉമ്മാനെ നമ്മൾ മിസ് ചെയ്യുന്നത്, അമ്മേനെ നമ്മൾ മിസ് ചെയ്യുന്നത് ആ ഒരു ടൈമായിരിക്കും. അപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആ ടൈമിൽ ഞാൻ നല്ല ആൻസൈറ്റിയും ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. സീവിയർ ആയിട്ടില്ല, ബട്ട് അത്യാവശ്യം പോയായിരുന്നു. കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ. സോ അതെന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കാക്കി. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാം, അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് UK ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. അപ്പം മിഡ് വൈഫൊക്കെ നമ്മളെ വിളിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഡിപ്രഷനോ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അവരുടെ അടുത്ത്. സോ അവർ നമുക്ക് ഉടനെ തന്നെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ തരും. നമ്മളത് ഡീൽ ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ മാക്സിമം നമ്മളത് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അമ്മ എത്രത്തോളം വിഷമിക്കുന്നു അതുപോലെ കുഞ്ഞും വിഷമിക്കും. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളെ തന്നെ കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒട്ടും പറ്റിയില്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് അവർ നമുക്ക് തരും. മിഡ് വൈഫിനെ വിളിച്ചു കഴിഞ്ഞാൽ തരും. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് 8th to 11th വീക്കിൻ്റെ ഇടയിലാണ്. എനിക്ക് കിട്ടിയത് എൻ്റെ 9th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. അപ്പോൾ ആ ഒരു അപ്പോയിൻമെൻറ്റിന് 1 വീക്ക് മുന്നേ നമുക്ക് ഏതോ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ലെറ്റർ, എനിക്ക് രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും GPയിൽ പോയി നിങ്ങൾ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ എനിക്കിത് രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് പോയത്. മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റും പിന്നെ നമ്മുടെ യൂറിനും ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പിന്നീട് നമ്മളെ വിളിച്ച് അറിയിക്കുമെന്ന് പറയും. പിന്നെ അവർ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് നമ്മുടെ നാട്ടിലത്തെ പോലെ പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, അവർ നമുക്ക് അവരുടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അതെല്ലാം അവർ പറഞ്ഞുതരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ മിഡ് വൈഫിൻ്റെ നമ്പർ വാങ്ങിച്ച് വെക്കുക. കാരണം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ അവരുടെ നമ്പർ വാങ്ങി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ നമുക്കൊരു ഫയൽ പോലത്തെ സാധനം തരും. അതിൽ ഒരുപാട് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്, സ്വിമ്മിങ് ക്ലാസ്സസ്, എക്സസൈസ്, അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി സാധനങ്ങൾ അവർ തരും. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒറ്റയ്ക്കാണെന്നുള്ള ഫീൽ ചെയ്യത്തില്ല. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് അവിടെ കാണും. സോ നിങ്ങൾക്ക് അവരായിട്ട് ഒത്തുചേരാം. ഞാൻ ഇത് ചെയ്തില്ല, കാരണം ഞാൻ നാട്ടിൽ വരാൻ ആയിരുന്നു എൻ്റെ പ്ലാൻ. സോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല. പിന്നെ അവരൊരു ടാബ്ലറ്റ് തരും, വൈറ്റമിൻ്റെ. യൂഷ്വലി അത് കഴിക്കുന്നവർ പറയുന്നതെന്ന് വെച്ചാൽ വയറുവേദന അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അവിടെയുള്ള ആരും അത് കഴിക്കത്തില്ല. വൈറ്റബയോട്ടിക്സ് ആണ് കഴിച്ചത്. അവർ വൈറ്റമിൻ ടാബ്ലറ്റ് അല്ല തരുന്നത് കേട്ടോ. അവർ ജസ്റ്റ് നമുക്ക് ഫോളിക് ആസിഡിൻ്റെ ക്യാപ്സ്യൂളായിരിക്കും തരുന്നത്. ഫുൾ വൈറ്റമിൻസ് അതിലില്ല. സോ ഏറ്റവും ബെറ്റർ നമ്മൾ വൈറ്റബയോട്ടിക്സിനെ വാങ്ങിച്ച് കഴിക്കുന്നതാണ്. സോ അത് കഴിഞ്ഞ് ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എണീറ്റിട്ട് ആരെങ്കിലും ഒന്ന് നമ്മളെ അടുത്ത് വന്ന് നമുക്ക് ഫുഡൊന്ന് കയ്യിൽ തന്നിരുന്നെങ്കിൽ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കും. സോ അങ്ങനെ ഒരു അവസ്ഥ വരും. നമുക്ക് എണീക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് അതായിരുന്നു. ഫുഡൊന്നും പോയി ഉണ്ടാക്കാനോ എടുക്കാനോ പറ്റുന്നില്ല. ഓർഡർ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. പുറത്തുനിന്നുള്ള ഫുഡൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ഇതാണ്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വെച്ചാൽ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കിപ്പം ഒരു കംഫർട്ട് ഫുഡ് കാണുമല്ലോ, അത് മാക്സിമം ഉണ്ടാക്കി വെക്കുക. എനിക്ക് വേറൊരു പ്രശ്നം വെച്ചാൽ എനിക്ക് റെപ്പറ്റേഷൻ പറ്റൂലായിരുന്നു. 1 മണിക്കൂർ കഴിച്ചിട്ടുള്ളത് അടുത്ത മണിക്കൂർ വിശക്കുമ്പോൾ സെയിം സാധനം കഴിച്ച് തന്നെ വോമിറ്റ് ചെയ്യുമായിരുന്നു. മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പിന്നെയെന്ന് പറയുന്നത്, ഒരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് ഉണ്ട്, ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഗ്ലൂക്കോസ് ഡ്രിങ്ക് കുടിച്ചിട്ട് വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവതുണ്ടാവും. വർക്ക് ചെയ്യാൻ അത്യാവശ്യം ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു
ഒരു എനർജി എനിക്ക് കിട്ടിയത് ആ ഒരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ട് വൈറ്റമിൻ ഡി സ്പെഷ്യലായിട്ട് എടുക്കാൻ മറക്കരുത്. നിങ്ങൾ ടാബ്ലറ്റിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി അഡീഷണൽ ഡോസ് നമ്മൾ കഴിക്കേണ്ടി വരും. ബിക്കോസ് നമ്മൾ ബ്രൗൺ പീപ്പിളാണ്, നമുക്ക് വൈറ്റമിൻ ഡിയുടെ ആവശ്യം അത്രയും ഉണ്ട്. സോ എനിക്ക് അവിടുത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് വൈറ്റമിൻ ഡി. ഞാൻ 1000 mU എക്സ്ട്രാ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം വീക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് 1-2 പേര് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവർ വല്ലപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. സോ അങ്ങനെയുള്ള പീപ്പിളിനെ നമുക്ക് കിട്ടുന്നതും റെയറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. എല്ലാം നമ്മൾ സഹിക്കുന്നത് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു മുഖം കാണുമ്പോൾ നമ്മൾ ഈ ആനിവേഴ്സറി സ്ട്രഗിൾ എല്ലാം മറക്കും. സോ ബി സ്ട്രോങ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐ വിൽ ഹെൽപ്പ് യു. സോ അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ വരുന്നതാണ് ഒരുപാട് ഇൻഫർമേഷനായിട്ട്. അപ്പോൾ കാണാം. ബൈ.